അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുത്തായ റസൂലിന്റെ മീലാദിന്റെന്ന് മുഹിബ്ബിൻ മനസാകെ ആനന്ദം കൊണ്ട് മാനത്തിൻ വീരിഞ്ഞുള്ള ചന്ദ്രനെ കണ്ട് മായത്തിൽ പുഞ്ചിരി തൂകി മദീന മിന്നി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, മുഹിബ്ബീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്വീകരിക്കട്ടെ. നമ്മുടെ ഈ മജ്ലിസ് അവന്റെ പൊരുത്തത്തിലുള്ള മജ്ലിസാക്കി മാറ്റട്ടെ. നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവരുടെയും എല്ലാവിധ മുറാദുകളും ഹാസിലാക്കട്ടെ. എല്ലാവരുടെയും എല്ലാവിധ പ്രയാസങ്ങളും വിഷമങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി സലാമത്ത് പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ പരിശുദ്ധമായ പരിപാവനമായ പ്രഥമ വസന്തം എന്നറിയപ്പെടുന്ന പുണ്യ റബീഉൽ അവ്വൽ മാസത്തിലേക്കാണ് ചേരാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് ഈ ഒരു അവസരത്തിൽ ഏതാനും ചില കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്, ചെയ്യേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് വരാം. പ്രിയമുള്ളവരെ, അതിനു മുമ്പ് ഈ വിനീതിനെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് അബ്ദുൽ സമദ് ആലുവ. ഞാൻ റാഷിദി ബിരുദത്തിനായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ്. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ തൻസീൽ എന്ന ചാനലും ഇപ്പോഴുള്ള കഫാക്ക് എന്ന ചാനലും തുടങ്ങിയത് ബഹുമാനപ്പെട്ട അബ്ദുസലാം ബാക്കവി അവർകളും ഈ വിനീതനും ചേർന്നാണ്. അൽഹംദുലില്ലാഹ് അന്നു മുതൽ ഇപ്പോഴും ഉസ്താദിനൊപ്പം ചേർന്ന് പിന്നണിയിൽ പ്രവർത്തിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാഗ്യം നൽകിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒരു മജ്ലിസ് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് പല കടമ്പകളും കടന്നാണ്. വീഡിയോ എടുത്ത ശേഷം അതിന്റെ എഡിറ്റിംഗ് കൊണ്ട് ദിക്റുകൾ, സ്വലാത്തുകൾ ഇവയെല്ലാം അർത്ഥസഹിതം ക്യാപ്ഷൻ അടക്കം ടൈപ്പ് ചെയ്ത് ചേർക്കേണ്ടതുണ്ട്. അതുപോലെ ദിക്റുകളുടെ PDF, ഓരോ മാസങ്ങളിലെയും കലണ്ടർ, ദിക്റ് സ്വലാത്തുകൾ ചേർക്കാനുള്ള കൗണ്ടറുകൾ, യൂട്യൂബ്, വാട്സാപ്പ് ഗ്രൂപ്പുകൾ മാനേജ് ചെയ്യൽ, ഷെയർ ചെയ്യൽ, അങ്ങനെ പലതും നമ്മുടെ ഈ ചാനലിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊന്നും പറയാൻ ഉദ്ദേശിച്ചതല്ല. നമ്മുടെ മുഹിബ്ബീങ്ങളായ പലരും ചോദിച്ചപ്പോൾ അവരെ ഓരോരുത്തരെയും അറിയിക്കുന്നതിന് പകരം ഈ ഒരു വീഡിയോയിൽ പറഞ്ഞെന്ന് മാത്രം. നമ്മുടെ ചെറുപ്പത്തിൽ മദ്രസകളിൽ പഠിച്ച ശേഷം പലർക്കും, പ്രത്യേകിച്ച് സഹോദരിമാർക്ക്, വിജ്ഞാനം ലഭിക്കാൻ സാധ്യത കുറഞ്ഞ സാഹചര്യത്തിൽ അവർക്ക് എളുപ്പം പല പല വിജ്ഞാനങ്ങൾ, ഓരോ ദിവസങ്ങളുടെയും പ്രത്യേകതകൾ, ദിക്റുകൾ, സ്വലാത്തുകളുടെ മഹത്വങ്ങൾ, മസ്അലകൾ ഇവയെല്ലാം കൃത്യമായി അവരിലേക്ക് ലഭിക്കട്ടെ എന്ന ഒരു ലക്ഷ്യത്തിന് വേണ്ടി ആ ഒരു നിയ്യത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ ചാനൽ തുടങ്ങിയത്. അൽഹംദുലില്ലാഹ് ഇന്ന് വരെയും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിച്ചു എന്നാണ് വിശ്വാസം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും നല്ല രീതിയിൽ കൂടുതൽ വിജ്ഞാനങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവരെ, കഫാക്ക് ചാനൽ നമ്മുടെ എല്ലാവരുടെയും ചാനലാണ്. ഈ ഒരു സംരംഭം നമ്മുടെ എല്ലാവരുടെയുമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യാം. അതുപോലെ ഞങ്ങളെ വാട്സാപ്പ് വഴിയും അറിയിക്കാം. അറിവുകൾ നുകരാൻ കൊതിക്കുന്ന ഒരു കൂട്ടം മുഅ്മിനീങ്ങളുടെ ഒരു വലിയൊരു കൂട്ടായ്മയാണ് നമ്മുടെ ഈ സംരംഭം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂട്ടായ്മ പരലോകത്തേക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ മാറ്റി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിലും നാളെ പരലോകത്തും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള തൗഫീഖും മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ അനുധാവനം ചെയ്ത് നബിയോടുള്ള ഇഷ്ടം, മഹബത്ത് ഒരുപാട് കൽബിൽ കൊണ്ട് നടക്കാനും നമ്മുടെ മുത്തായ ഹബീബിനെ സ്വപ്നത്തിൽ കാണാനും മരിക്കുന്നതിന് മുമ്പ് റൗള ശരീഫിൽ ചെന്ന് അസ്സലാത്തു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയാനും മരണശേഷം മുത്തായ റസൂലിന്റെ ശഫാഅത്ത് ലഭിക്കാനും അല്ലാഹുവിന്റെ ഹബീബിന്റെ ചാരെ സ്വർഗ്ഗത്തിൽ ഇടം ലഭിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമുക്കൊരു 3 സ്വലാത്ത് കൊണ്ട് നമ്മുടെ മജ്ലിസ് ആരംഭിക്കാം. എല്ലാവരും കൂടെ ചൊല്ലുക. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.
ഈ പരിശുദ്ധമായ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ജീവിതം ബറക്കത്തുള്ള ജീവിതമാക്കി മാറ്റട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറയുന്ന ഈ മജ്ലിസ് കൊണ്ട് നമ്മെ വിജയിപ്പിക്കട്ടെ, എന്തുകൊണ്ടും സ്വീകരിക്കുന്ന മജ്ലിസാക്കി മാറ്റട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രപഞ്ചം മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാത്രം പാടുന്ന ദിനങ്ങൾ ഇതാ കടന്നു വരികയാണ്. ആ റബീഉൽ അവ്വൽ മാസത്തെ എങ്ങനെയാണ് നമ്മൾ വരവേൽക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് ചില കാര്യങ്ങൾ എന്റെ മുത്തു മുഅ്മിനീങ്ങളോട് ഒന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് 12 മാസങ്ങൾ നൽകിയിട്ടുണ്ട്. ഓരോ മാസങ്ങൾക്കും വ്യത്യസ്തങ്ങളായ പ്രത്യേകതകളും ഗുണങ്ങളും നേട്ടങ്ങളുമാണുള്ളത്. റമദാനിന് വലിയ ശ്രേഷ്ഠത വരാനുള്ള കാരണം ആ മാസത്തിലാണ് അള്ളാഹുവിന്റെ കലാം പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയത്. ആ മാസത്തിലാണ് പരിശുദ്ധമായ ലൈലത്തുൽ ഖദർ ഉള്ളത്. റജബ് മാസത്തിന് ഒരുപാട് ശ്രേഷ്ഠതയുണ്ട്. കാരണം റജബ് മാസത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നത് റജബ് 27 മിഅ്റാജിന്റെ ദിനമാണ്. അതുപോലെ ശഅബാനിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. ശഅബാൻ 15 ബറാഅത്ത് രാവാണ്. ദുൽഹിജ്ജ മാസത്തിലാണ് ഹജ്ജ് നടക്കുന്നത്. ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുള്ളത്. അതുപോലെ നമ്മൾ നോക്കിയാൽ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലാണല്ലോ മുത്തായ റസൂലിന്റെ മീലാദുണ്ടല്ലോ. മുഹിബ്ബിൻ മനസാകെ ആനന്ദം കൊള്ളും. മാനത്തിൻ വീരിമാറിൽ ചന്ദ്രനെ കണ്ട് മായത്തിൽ പുഞ്ചിരി തൂകി മദീന മിന്നും. അതെ, പുണ്യ ഹബീബിന്റെ ജനനം കൊണ്ട് അനുഗ്രഹീതമായ ആ പരിശുദ്ധ റബീഉൽ അവ്വൽ മാസം ഇതാ നമ്മിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ആ പരിശുദ്ധ മാസത്തിലേക്ക് നമ്മെ എത്തിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ ഒരു അവസരത്തിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ പരിശുദ്ധ മാസം റബീഉൽ അവ്വൽ നമ്മിലേക്ക് ആഗതമാകുമ്പോൾ ഒരു 7 കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ കാര്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമതായി പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് റബീഉൽ അവ്വൽ മാസം എന്ന് കേൾക്കുമ്പോൾ ആദ്യമായി മനസ്സിനൊരു സന്തോഷമുണ്ടാകണം. ചില ആളുകൾക്ക് റബീഉൽ അവ്വൽ എന്ന് കേൾക്കുമ്പോൾ വിരളി പിടിക്കും. ചില ആളുകൾക്ക് സങ്കടമാണ്. മറ്റു ചിലർ വിമർശനങ്ങളുമായി വരും. നമുക്ക് അങ്ങനെയുള്ള ആളുകളുമായി ഒരു ബന്ധവുമില്ല. നമുക്ക് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെടാനും ഹബീബിനെ വാനോളം പുകഴ്ത്താനും പാടാനുമുള്ള മാസമാണ് പരിശുദ്ധമായ റബീഉൽ അവ്വൽ എന്നുള്ളത്. അതുകൊണ്ട് മറ്റനാവശ്യമായ ചിന്തകൾ, ചർച്ചകൾ ഇവയെല്ലാം മാറ്റിവെക്കുക. ഈ പുണ്യമാസത്തിന്റെ വരവ് കൊണ്ട് നമ്മുടെ മനസ്സിനൊരു സന്തോഷമുണ്ടാകട്ടെ. രണ്ടാമതായി നമ്മുടെ മനസ്സും ശരീരവും ഒന്ന് ഒരുക്കി തയ്യാറാക്കുക എന്നുള്ളതാണ്. ഹറാമായ ചിന്തകളിൽ നിന്നും വിട്ടുനിൽക്കുക, നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുക. എന്നിട്ട് ആ മുത്തായ ഹബീബിനെ, ഹബീബ് ജനിച്ച ആ പരിശുദ്ധ മാസത്തെ മനസ്സുകൊണ്ട് വരവേൽക്കുക, ശരീരം മുഴുവനായി സ്വീകരിക്കുക. ഇനി മൂന്നാമത്തെ കാര്യം, നമ്മുടെ വീടുകളിൽ മൗലീദ് പാരായണം ചെയ്യുക. പള്ളികളിൽ മൗലീദ് പാരായണം നടക്കുന്നുണ്ടാവും, പക്ഷേ അത് പോരാ. നമ്മുടെ വീടുകളിൽ സഹോദരിമാർ മൗലീദ് പാരായണം ചെയ്യണം. മൊബൈലിലും യൂട്യൂബുകളിലും, നമ്മുടെ അടക്കം പല യൂട്യൂബ് ചാനലുകളിലും മൗലീദ് പാരായണം ഉണ്ടാകും. എങ്കിൽ കൂടിയും മൗലീദ് കിതാബിൽ നോക്കി ഓതലാണ് കൂടുതൽ നല്ലത്. നമ്മുടെ പലരുടെയും വീടുകളിൽ ഉണ്ടാകും. അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുക, ഇല്ലെങ്കിൽ സംഘടിപ്പിച്ചു വെക്കുക. എന്നിട്ട് മൗലീദ് പാരായണം ചെയ്യുക എന്നതാണ് മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ കാര്യം, പരിശുദ്ധമായ റബീഉൽ അവ്വലിനെ സ്വീകരിക്കാൻ നമ്മുടെ വീടൊന്ന് വൃത്തിയാക്കി വെക്കുക. സാധാരണയിലും കവിഞ്ഞൊന്ന് വൃത്തിയാക്കുക, അലങ്കരിക്കുക, സുഗന്ധപൂരിതമാക്കുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. ഈ മാസത്തെ വരവേറ്റുകൊണ്ട് മൗലീദ് ഓതുന്ന വീടാകുമ്പോൾ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകുന്ന വീടാകും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെയും നമ്മുടെ വീടിനെയും ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ വീടൊന്ന് വൃത്തിയാക്കുകയും ഭംഗിയാക്കുകയും സുഗന്ധപൂരിതമാക്കുകയും ചെയ്യുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി അഞ്ചാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, സ്വലാത്തുകൾ അധികരിപ്പിക്കുക എന്നുള്ളത്. നമ്മുടെ സ്വലാത്തുകൾ കൊണ്ട് ഈ മാസത്തിന്റെ അന്തരീക്ഷം സുഗന്ധപൂരിതമാകട്ടെ. അതുകൊണ്ട് സ്വലാത്തുകൾ ധാരാളമാക്കുക.
നമ്മുടെ 1,00,000 സ്വലാത്ത് ചലഞ്ചിൽ ധാരാളം പേർ പങ്കെടുത്തിട്ടുണ്ട്. അൽഹംദുലില്ലാ, നമുക്കതൊരു വൻ വിജയത്തിലാക്കി തീർക്കണം. അള്ളാഹുവിൽ നിന്നുള്ള വമ്പിച്ച സമ്മാനങ്ങൾ നമുക്ക് നേടാൻ സാധിക്കണം. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റി കിട്ടണം. സ്വലാത്ത് കൊണ്ട് പരിശുദ്ധ മദീന മുനവ്വറയിൽ നമുക്ക് എത്താൻ സാധിക്കണം. നാളെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ചേർന്നിരിക്കാൻ നമുക്ക് കഴിയണം. അപ്പോൾ നമുക്ക് സ്വലാത്ത് ധാരാളം ചൊല്ലാൻ കഴിയട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇനി 6ാമത്തെ കാര്യം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ കൂടുതലായി എടുക്കുക എന്നുള്ളതാണ്. സാധാരണ മറ്റു മാസങ്ങളെ പോലെയല്ല, സുന്നത്തുകൾ ധാരാളമായി ചെയ്യുക. ഒരാൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ കൈ രണ്ടും കഴുകുക, ബിസ്മി ചൊല്ലുക, വലത് കൈ കൊണ്ട് കഴിക്കുക, ഇരുന്ന് കഴിക്കുക, സംസാരിക്കാതിരിക്കുക, അമിതമായി കഴിക്കാതിരിക്കുക, പാത്രം വടിച്ചു കഴിക്കുക, വിരലുകളിൽ നിന്ന് പൂർണ്ണമായിട്ടും ഭക്ഷണം കഴിക്കുക, കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ പറയുക, തുടങ്ങിയ എല്ലാ സുന്നത്തുകളും നമ്മൾ എടുക്കുക. ഒരാൾ തുപ്പുകയാണെങ്കിൽ പോലും ഇടത്തേക്ക് തുപ്പുക, വലത്തേക്ക് തുപ്പാതിരിക്കുക, കിബിലക്ക് നേരെ തുപ്പാതിരിക്കുക, അങ്ങനെയുള്ള സുന്നത്തുകൾ പാലിക്കുക. ഇനി വസ്ത്രം ധരിക്കുമ്പോഴുള്ള സുന്നത്തുകളുണ്ട്. ബിസ്മി ചൊല്ലുക, വലത്തതിനെ മുന്തിക്കുക, അതിന്റെ ദിക്റുകൾ ചൊല്ലുക. അതുപോലെ വീട്ടിൽ കയറുമ്പോൾ വലതുകാൽ വെച്ച് കയറുക, ബിസ്മി ചൊല്ലുക, സലാം പറയുക. അതുപോലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടതുകാൽ കൊണ്ട് ഇറങ്ങുക. ചെരുപ്പ് ധരിക്കുമ്പോൾ വലതിനെ മുന്തിക്കുക, ഊരുമ്പോൾ ആദ്യം ഇടതുകാലാക്കുക. ബാത്റൂമിൽ കയറുമ്പോൾ ഇടതുകാൽ മുന്തിക്കുക. ആ സമയത്ത് പറയേണ്ട ദുആകൾ പറയുക. കൂടുതൽ സമയം ഇരിക്കാതിരിക്കുക. ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ വലതുകാൽ മുന്തിക്കുക. അതുപോലെ വാഹനത്തിൽ കയറുമ്പോൾ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ എന്നുള്ള പരിശുദ്ധമായ ദിക്റുകളുണ്ട്. അതുപോലെ കിടക്കുന്ന സമയത്ത് ഉളുവോടുകൂടി കിടക്കുക. ആ സമയത്ത് പറയേണ്ട ഔറാദുകൾ, ദിക്റുകൾ പറയുക. ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ പറയേണ്ട ദിക്റുകൾ ചൊല്ലുക. അതുപോലെ കണ്ണാടി നോക്കുമ്പോഴുള്ള സുന്നത്തുകൾ, മുടി ചീകുമ്പോഴുള്ള സുന്നത്തുകൾ, അങ്ങനെ സകലമായ സുന്നത്തുകളും നമ്മൾ ഈ പരിശുദ്ധ മാസം ചെയ്യാൻ ശ്രമിച്ചാൽ ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തെ നമ്മൾ ബഹുമാനിച്ചവരായി മാറും. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നമ്മോട് ഇഷ്ടം കൂടും. നമുക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹവും വർദ്ധിക്കും. അതുവഴി മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സ്വർഗത്തിൽ കടക്കാനുള്ള ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തുറന്നു തരുന്നതാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി 7ാമത്തെ കാര്യം, ഈ പരിശുദ്ധ മാസത്തിൽ കഴിയുന്നവർ പരമാവധി നോമ്പനുഷ്ഠിക്കുക. അല്ലെങ്കിൽ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പനുഷ്ഠിക്കുക. സ്വതക്ക ചെയ്യുക, ഭക്ഷണ വിതരണം ചെയ്യുക. കുട്ടികളുടെ ഘോഷയാത്രകളിൽ മിഠായി കൊടുക്കുക, ഭക്ഷണ വിതരണം ചെയ്യുക. ഇതെല്ലാം വളരെ നല്ല കാര്യങ്ങളാണ്. അങ്ങനെ കുട്ടികൾ സന്തോഷിച്ചാൽ അതും വലിയൊരു പുണ്യമാകും. പ്രത്യേകിച്ച് മൗലിദിന്റെ സദസ്സുകളിൽ ചീരണി കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് വലിയൊരു നന്മയാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയാണ് മധുരം കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അതൊരു സുന്നത്തായ കാര്യം കൂടിയാണ് എന്നുള്ള കാര്യം നാം മനസ്സിൽ വെക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾ ഈ പറഞ്ഞ 7 കാര്യങ്ങൾ നിറമനസ്സോടെ ചെയ്യാൻ ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ പരിശുദ്ധ മാസത്തിൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഈ പരിശുദ്ധ മാസത്തിൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹുവേ ഞങ്ങളെ പെടുത്തണമേ റഹ്മാനെ. ആ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്ടം ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിച്ചു തരണമേ റഹ്മാനെ. അല്ലാഹുവേ, ഈ പരിശുദ്ധ മാസത്തിൽ കൂടുതൽ സ്വലാത്തുകൾ ചൊല്ലാനും മൗലിദ് ഓതാനുമുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണമേ റഹ്മാനെ. എല്ലാറ്റിനും ഉപരിയായി ആ പരിശുദ്ധമായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ കടക്കാനുള്ള ഭാഗ്യം ഈ പാപികളായ ദോഷികളായ ഞങ്ങൾക്ക് നീ നൽകണമേ അല്ലാഹുവേ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവരുടെയും എല്ലാവിധ മുറാദുകളും നീ ഹാസിലാക്കണേ റഹ്മാനെ. എല്ലാവിധ രോഗങ്ങൾ, പ്രയാസങ്ങൾ എല്ലാം മാറ്റി സലാമത്ത് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്. ഇത്രയും നേരം ഈ വിനീതനെ ശ്രവിച്ചവർക്ക് നീ വണ്ണമായ പ്രതിഫലം നൽകണമേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിർ കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.